BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarika Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. Mangalat Opticals, Pulimutil Plaza, Pala Road, Thodupuzha. Royal, the complete family shopping near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്ന് ലോൺ കിട്ടിയെന്നറിയാമോ? ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമുട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Golden Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കഴിവുറ്റ അധ്യാപകർ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, മികവേറിയ പ്ലേസ്മെന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം എന്നിവയാണ് ഞങ്ങളുടെ സവിശേഷതകൾ. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTയുടെ നേതൃത്വത്തിൽ അധ്യാപകർ തൊടുപുഴയിലുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാരിക്കോട് യൂണിറ്റ് കൺവെൻഷൻ കുമ്മങ്കല്ല് BTM LP സ്കൂളിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. ആകാശത്ത് പുതിയതായി കണ്ടെത്തിയ സരസ്വതി നക്ഷത്രത്തിന്റെ ഗവേഷണ സംഘത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ജോ ജേക്കബും. ഗവേഷകർ കണ്ടെത്തിയ ഗാലക്സി ഗണം ഇനി സരസ്വതി എന്നാണ് അറിയപ്പെടുന്നത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈ വിതരണവും കാർഷിക സെമിനാറും കഞ്ഞിക്കുഴി പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്നു. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി NSS കരയോഗ മന്ദിര സമർപ്പണവും ഓഡിറ്റോറിയത്തിന്റെ നാമകരണവും കുടുംബസംഘവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTയുടെ നേതൃത്വത്തിൽ അധ്യാപകർ തൊടുപുഴയിലുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK പ്രകാശൻ, ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ, സെക്രട്ടറി MM ഷാജഹാൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സുധാകരൻ, MM സീനത്ത് BV, C യേശുദാസ്, T സ്റ്റാൻലി തുടങ്ങിയവർ പ്രസംഗിച്ചു. TM സുബൈർ, VP പുരുഷോത്തമൻ, KA ബിനുമോൻ, ഷാമോൻ ലൂക്ക്, M രമേശ്, ഗിരിജാകുമാരി, ഉഷാകുമാരി, V മുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അധികാരത്തിലിരിക്കുന്ന കേന്ദ്രത്തിലെ NDA ഗവൺമെന്റ് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന് പറയുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റെ കൂടെ വർഗീയ അജണ്ട കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടെന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായ നയം നടപ്പാക്കുന്നതിൽ ഈ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ വ്യത്യസ്തതയോ ഇല്ല എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ തകർന്നുകൊണ്ടിരുന്ന പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് 2006 അധികാരത്തിൽ 7 അധികാരത്തിൽ വന്ന VSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒന്ന് തുടങ്ങി വെക്കുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസമാണ്. തൊടുപുഴ ഡീപോൾ സ്കൂളിലെ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിലെ ട്രാഫിക് ഐലൻഡുകൾ ശുചീകരിച്ച് പൂച്ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂരിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്ലാസുകൾ നഷ്ടപ്പെടാതെ ഒഴിവു സമയങ്ങളിലാണ് കുട്ടികൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഈ പ്രവർത്തനം ബന്ധപ്പെട്ട അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാരിക്കോട് യൂണിറ്റ് കൺവെൻഷൻ കുമ്മങ്കല്ല് BTM LP സ്കൂളിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AD ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഒന്നുപോലും അംഗീകരിക്കാതെ ഏകപക്ഷീയമായി എന്തെങ്കിലും നക്കാപ്പിച്ചകൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം സംഘടനാ നേതാക്കൾ കൂട്ടായി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒറ്റ സംഘടന മതി എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യമായിട്ടുണ്ട്. ഇതൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല വേദികളിൽ നമ്മുടെ നേതാക്കന്മാരോട് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും വിശദമായിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1982 കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രൂപീകൃതമാകുമ്പോൾ തൃശ്ശൂർ കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിച്ചിരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും തിരുവനന്തപുരം, കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കേരള പെൻഷനേഴ്സ് സമാജം, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഓർഗനൈസേഷനും സംയുക്തമായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ ഒറ്റ സംഘടനയായി പ്രവർത്തിക്കാൻ 1992 മെയ് മാസത്തിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പിറവിയുടെ പ്രസ്ഥാനമാണ്. അന്ന് ഏതാണ്ട് 1,06,000 അംഗങ്ങളുമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് 3,25,238 അംഗങ്ങളായിട്ടുള്ള ഒരു വൻ പ്രസ്ഥാനമായി, വൻ പടവൃക്ഷമായി വളർന്ന് വികസിപ്പിക്കുന്നതിനും വളർന്ന് മണ്ഡലിക്കുന്നതിനും
പെൻഷൻകാരുടെയും സാമാന്യ ജനവിഭാഗം ഉൾപ്പെടെയുള്ള ബ്ലോക്ക് സെക്രട്ടറി KR ദിവാകരൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സണ്ണി തെക്കേക്കര, N ശിവരാമൻ, VG രാജമ്മ, VS ബാലകൃഷ്ണൻ, മേരിക്കുട്ടി മാത്യു, P അബ്ദുൽ കരീം, TM അബ്ദുൽ കരീം, AK ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് എതിർവശത്തായി നിർദ്ദിഷ്ട ആയുർവേദ ഹോസ്പിറ്റൽ സമുച്ചയത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തെ മരം അപകട ഭീഷണി ഉയർത്തുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ വൈദ്യുതി ലൈനിൽ സ്പർശിച്ചിരിക്കുകയാണ്. മരത്തിന്റെ ചൂടുഭാഗം മണ്ണിടിഞ്ഞ് മറിഞ്ഞു വീഴത്തക്ക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മരം വഴിയാത്രക്കാർക്കും എതിർവശത്തായി പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ഉടൻ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരത്തിന്റെ ചുവട്ടിലും സമീപ പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിക്കിടക്കുന്നതും കാണാം. ഈ മരം നിൽക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാലും അറിയാം എന്തെങ്കിലും ലൈനിലേക്ക് മുട്ടിയാൽ മരം നിൽക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കാം. ഇപ്പോൾ ഈ വഴിക്ക് ഇപ്പോൾ വീതിയും കുറവാണ് ഈ മരം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെങ്ങാനും ഒടിഞ്ഞു വീഴുവാണെങ്കിൽ നമുക്ക് കാണാൻ ജില്ലാ ആശുപത്രി അടുത്തുണ്ട്, എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. അത് വള്ളി ഇവിടെ തൂങ്ങി കിടപ്പുണ്ട്, ഒരു രക്ഷയില്ല. അത് വള്ളിയുടെ ആ മേൽഭാഗം കൊണ്ടുപോയി ആ ലൈനയിലും ഇടിക്കും. ആ രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥിരം ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്. ആകാശത്ത് പുതിയതായി കണ്ടെത്തിയ സരസ്വതി നക്ഷത്രത്തിന്റെ ഗവേഷണ സംഘത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ജോ ജേക്കബും. മലയാളി അടക്കമുള്ള ഗവേഷകർ കണ്ടെത്തിയ ഗാലക്സി ഗണം ഇനി സരസ്വതി എന്നാണ് അറിയപ്പെടുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഭൗതിക ശാസ്ത്ര അധ്യാപകൻ ജോ ജേക്കബ്, IISERലെ ഗവേഷണ വിദ്യാർത്ഥി ശിശിർ സൻഖ്യാൻ, പൂനെ IUCAയിലെ പ്രതീക് പാണ്ഡെ, ജംഷഡ്പൂർ NITയിലെ പ്രകാശ് സർക്കാർ എന്നിവർ ചേർന്നാണ് ഗാലക്സി ഗണം കണ്ടെത്തിയത്. പൂനെ ആസ്ഥാനമാക്കിയുള്ള അന്തർ സർവകലാശാല ഗവേഷണ സംഘം IUCA ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സൂര്യനിൽ നിന്ന് 4000 കോടി പ്രകാശവർഷം അകലെയാണ് ഇതിന്റെ സ്ഥാനം. 60 കോടി പ്രകാശവർഷ നീളത്തിലാണ് നിരവധി ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ഗണം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥം ക്ഷീരപഥം എന്ന ഗാലക്സിയുടെ ഭാഗമാണ്. ഇത് ലാനിയക്കേയ ഗാലക്സി ഗണത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ നിരവധി ക്ഷീരപഥങ്ങൾ അടങ്ങുന്നതാണ് സരസ്വതി. സരസ്വതി 2 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ക്ഷീരപഥത്തിൽ ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളാണ് ഉള്ളത്. സരസ്വതിയിൽ 1000 മുതൽ 10,000 വരെ ഗാലക്സികൾ ഉണ്ടാകും. വിവിധ ഗാലക്സികളെ ബന്ധിപ്പിക്കുന്ന ഗുരുത്വാകർഷണ ചരടും ഗവേഷകർ കണ്ടെത്തി. ഗവേഷണഫലം ദി ആസ്ട്രോണമിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൊടുപുഴ തുടിയംപ്ലാക്കൽ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ TS ചാക്കോയുടെ മകനാണ് ഗവേഷണ സംഘത്തിലുള്ള ഡോക്ടർ ജോ ജേക്കബ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് സർജറി ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിൽ സെമിനാർ നടത്തി. ഡോക്ടർ ജോസ് സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ചെറിയ ഉപഭാഗമാണ് കോസ്മെറ്റിക് സർജറി. കോസ്മെസിസ് എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. ഭംഗി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആകാര സൗഷ്ഠവം ഒന്ന് വർദ്ധിപ്പിക്കുക, നന്നാക്കുക എന്നുള്ളതിനാണ് നമ്മൾ കോസ്മെറ്റിക് സർജറി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 2 വിഭാഗമാണ് പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് സർജറി. ഇന്ന് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആണ്. പ്ലാസ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനാണ്. അപ്പോൾ അത് നമുക്കൊരു അഭിമാനപൂർവ്വം സ്മരിക്കാവുന്ന ഒരു കേസാണ്. സുശ്രുതയാണ്. സുശ്രുത ഒരു എവിടെയോ അതീവ BC-യിലെ 800 BC-യിലാണ്. 800 ബിഫോർ ക്രൈസ്റ്റ് വാസ് ബോൺ. അപ്പം അത്രയും പഴക്കത്തിൽ നമ്മുടെ ഹിമാലയത്തിൽ കൈകാര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ഈ സംരംഭത്തിന് ഭാവങ്ങൾ ആശംസിക്കുകയാണ്. ഡോക്ടർ രഞ്ജി ഐസക് ജെയിംസ് സെമിനാറിന് നേതൃത്വം നൽകി. ജൂലൈ 15 നമ്മൾ ലോകം മൊത്തം പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് പൊതുജനത്തിന് അത്രയൊരു അറിവ് ഇല്ല എന്നൊരു ഇതുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്തോ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്ലാസ്റ്റിക് സർജൻസ്. അങ്ങനെയൊന്നുമില്ല. ഇതൊരു സയൻസാണ്, ടെക്നിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി സ്പെഷ്യാലിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇങ്ങനെ ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ കാര്യം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനാണ്. അത് അങ്ങനെയല്ല. പിന്നെ ഒരു വിദ്യാധാരണ ഒരുപാട് എക്സ്പെൻസീവ് സർജറീസാണ് എപ്പോഴും നടന്നത്. അതങ്ങനെയല്ല. അത് അതിൻ്റെതായ കോംപ്ലിക്കേറ്റഡ് കേസസ് വരുമ്പോൾ മാത്രമേ ഒരു എക്സ്പെൻസ് അങ്ങനെ വരുന്നുള്ളൂ. എല്ലാം അത്ര എക്സ്പെൻസീവ് സർജറീസ് അല്ല. ദെൻ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റീസ് എവിടെ ഒരു കാര്യം ചെയ്ത് നിർത്തുന്നു, അത് കഴിഞ്ഞ് എന്തെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ യൂഷ്വലി അത് പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ടൈൽ വർക്കുകളിൽ അശാസ്ത്രീയതെന്ന് പരാതി. മിനുസമേറിയ ടൈലിൽ ചവിട്ടി നിരവധി രോഗികളും ജീവനക്കാരും തെന്നി വീണിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്.
ആശുപത്രി കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് കയറിപ്പോകുന്ന വശങ്ങളിലെ ടൈൽ വർക്കുകളിലാണ് അശാസ്ത്രീയ നിർമ്മാണം നടന്നതായി ആക്ഷേപമുയരുന്നത്. രോഗികളെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടുപോകുന്ന ഭാഗത്താണ് മിനുസമുള്ള ടൈൽ പതിച്ചു നൽകിയത്. ഇതുമൂലം രോഗികളെ അത്യാഹിത വിഭാഗത്തിലേക്കോ വാർഡിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ കൊണ്ടുപോകാൻ സ്റ്റാഫുകൾ